അങ്ങനെ നമ്മുടെ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഫോർഡിൻ്റെ എൻഡവർ എന്ന SUV ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫോർഡിൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ് ആയിട്ടുള്ള ചെന്നൈ പ്ലാന്റ് ഇതുവരെ ഫോർഡ് വിറ്റിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പുതിയ എൻഡവറിൻ്റെ ഡിസൈൻ അവർ ഇന്ത്യയിലേക്ക് പാറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഫോർഡ് കമ്പനിയും അതുപോലെ തന്നെ ഫോർഡിൻ്റെ എൻഡവർ കാറും ഉടനെ തന്നെ ഇന്ത്യയിൽ എത്തും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2003 ആദ്യമായിട്ട് ഫോർഡിൻ്റെ എൻഡവർ എന്ന SUV ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അതേസമയം തന്നെ തായ്ലാൻഡിലെ ഫോർഡ് എവറസ്റ്റ് എന്ന പേരിലും ഫോർഡ് എൻഡവർ ലോഞ്ച് ചെയ്തിരുന്നു. 2024 ഇറങ്ങിയിട്ടുള്ള ഫോർഡിൻ്റെ എവറസ്റ്റ് തന്നെയായിരിക്കും ഫോർഡ് എൻഡവർ എന്ന പേരിൽ ഇന്ത്യയിലെത്താൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വണ്ടിയായിരിക്കും ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറയുന്നത്. ഫോർഡ് റേഞ്ചർ പിക്കപ്പിൻ്റെയും F-150 എന്ന പിക്കപ്പിൻ്റെയും ഒക്കെ ഡിസൈൻ ഫീച്ചേഴ്സ് നല്ല രീതിയിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി ബോക്സി ഡിസൈനായിട്ടാണ് ഇത്തവണ വണ്ടി വരുന്നത്. മാത്രമല്ല ഫ്രണ്ടിലുള്ള വലിയ ഗ്രിൽസും ഹൊറിസോണ്ടൽ ബാറുകളും മെട്രിക്സ് LED ലൈറ്റും ഒക്കെ വണ്ടിക്ക് ഒരുപാട് അട്രാക്ഷൻ നൽകുന്നുണ്ടെന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 12 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനൊപ്പം പാനോരമിക് സൺറൂഫും മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സും വാഹനത്തിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഡീസൽ വേരിയൻ്റ് ആയിരിക്കും എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്സ്. ഉടനെ തന്നെ ഒരു പെട്രോൾ വേരിയൻ്റ് കൂടി വരാനും ചാൻസ് ഉണ്ട്. 2.0 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിനും 3.0 ലിറ്റർ V6 ഡീസൽ എഞ്ചിനുമായിരിക്കും എഞ്ചിൻ വേരിയൻസ്. ഫോർഡിൻ്റെ എൻഡവറിന് ശേഷം ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് ഫോർഡ് മസ്താങ്ങും അതുപോലെ തന്നെ ഫോർഡ് കമ്പനിയുടെ EV ആയിട്ടുള്ള മാക്-E എന്ന SUV കൂടിയായിരിക്കും. ഫോർഡ് എൻഡവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രധാന ഓപ്പോണൻസ് ആയിട്ടുണ്ടാവുക മഹീന്ദ്രയുടെ സ്കോർപിയോയും XUV 700യും ടാറ്റയുടെ സഫാരിയും ഹ്യുണ്ടായുടെ അൽകെയ്സറും MGയുടെ ഗ്ലോസ്റ്ററും ഒക്കെ ആയിരിക്കും. എന്നാൽ പ്രധാന ഓപ്പോണൻ്റ് ആയിട്ട് എല്ലാ ഓട്ടോമൊബൈൽ എക്സ്പേർട്സും പറയുന്നത് ടൊയോട്ടയുടെ ഫോർച്യൂണർ തന്നെയാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള ഒരു SUV ആയിട്ട് പറയാൻ പറ്റുന്നത് ടൊയോട്ടയുടെ ഫോർച്യൂണർ മാത്രമാണ്. അതിന് ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്. ഏറ്റവും അധികം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള SUV, അതുപോലെ തന്നെ ടൊയോട്ടയുടെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ പ്ലാൻസ്, ടൊയോട്ട വാഹനങ്ങളുടെ റിലയബിലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസുകൾ, അതുപോലെ തന്നെ റീസെൽ വാല്യൂ ഒക്കെയാണ് ഫോർച്യൂണറിനെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന SUV എന്നൊരു പൊസിഷനിലേക്ക് എത്തിയത്. സോ ഫോർഡിൻ്റെ എൻഡവർ ഉണ്ടായിരുന്ന കാലത്ത് അതിന് ഒരു നല്ല എതിരാളിയായിരുന്നു ടൊയോട്ടയുടെ ഫോർച്യൂണർ. എന്നാൽ ഫോർഡിൻ്റെ എൻഡവർ നിർത്തിയത് മുതൽ ടൊയോട്ടയുടെ ഡിമാൻഡ് കൂടുകയും ഫോർച്യൂണറിൻ്റെ പ്രൈസ് കൂടുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന റിലയബിൾ ആയിട്ടുള്ള SUV ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. സോ ഇനി ഫോർഡിൻ്റെ എൻഡവർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഓപ്പോണൻ്റ് എന്ന് പറയുന്നത് ടൊയോട്ടയുടെ ഫോർച്യൂണർ തന്നെയാണ്. ഇന്ത്യയിൽ ആക്ച്വലി SUV എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനായിട്ട് നിൽക്കുന്നത് ഫോർച്യൂണർ തന്നെയാണ്. എന്നാൽ എൻഡവറിൻ്റെ വരവോട് കൂടിയിട്ട് ആളുകൾക്ക് രണ്ട് നല്ല SUVകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചില അപ്ഡേറ്റുകളിൽ ഫോർഡ് പുതിയതായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഡിസൈൻ പാറ്റന്റ് ക്യാൻസലായി പോയി, ഇനി അത് ലഭിക്കില്ല എന്നൊക്കെ ചില ന്യൂസുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർഡിൻ്റെ എൻഡവർ 2024 എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിലേക്ക് ഇറങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുത്തേക്കാം.